കരകാണാക്കടൽ. ഹരിപ്പോത്തൻ നിർമ്മിച്ച കരകാണാക്കടൽ 1971 സെപ്റ്റംബർ 3 റിലീസ് ചെയ്തു. മുട്ടത്തുവർക്കിയുടെ കഥയ്ക്ക് എസ്.എൽ. പുരം തിരക്കഥയും സംഭാഷണവും എഴുതി. ഗാനരചന വയലാർ, സംഗീതം ജി. ദേവരാജൻ. പാടിയവർ യേശുദാസ്, പി. സുശീല, പി. മാധുരി. കാറ്റു വന്നു കള്ളനെപ്പോലെ എന്ന ഗാനം ജനപ്രിയമായി. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സത്യൻ, തോമാച്ചൻ, മധു, യൂക്കാലി കറിയ, ജയഭാരതി, മേരി, ശങ്കരാടി, പിലിപ്പോയ, തിക്കുറിശി, ഇട്ടിച്ചൻ മുതലാളി, വിൻസെൻ്റ്, ജോയിക്കുട്ടി, ആലമൂടൻ, കുഞ്ഞമ്മു, കവിയൂർ പൊന്നമ്മ, തരുതി, ടി. ആർ. ഓമന, അക്കച്ചേടത്തി, അടൂർ പങ്കജം, മറിയ, അടൂർ ഭവാനി, അന്നത്തള്ള, മീന, കുഞ്ഞേലി, പറവൂർ ഭരതൻ, ഇക്കോച്ചൻ ചട്ടമ്പി, ശോഭ, അമ്മിണി, കെടാമംഗലം അലി, നാരായണൻ, സി. എ. ബാലൻ, മത്തായി, മുരളീദാസ്, മത്തായിക്കുട്ടി. ക്യാമറ മെല്ലി ഇറാനി. സംവിധാനം കെ. എസ്. സേതുമാധവൻ. ഈ ചിത്രം 1971 മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം സത്യന് നേടിക്കൊടുത്തു. ഹരിപ്പോത്തന് 1972 മികച്ച പ്രാദേശിക ചിത്ര നിർമ്മാതാവിനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. കെ. എസ്. സേതുമാധവന് 1971 മികച്ച സംവിധായക പുരസ്കാരവും മികച്ച മൂന്നാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും ഹരിപ്പോത്തനും നേടിക്കൊടുത്തു. കഥ: കൊച്ചിയിൽ നിന്നും നാട്ടുകാരെ താൽപ്പര്യമില്ലാതെ പിണങ്ങി ഭാര്യ തിരുതിയും അമ്മയും മക്കളുമൊത്ത് തോമ താമസം പുറമ്പോക്കിലേക്ക് മാറി. മകൾ മേരി സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ യുവതിയായ അവൾക്ക് പിന്നാലെ പൂവാലന്മാർ ഒട്ടേറെയുണ്ട്. സാമ്പത്തികം ഇല്ലാത്തതിനാൽ വിവാഹം കഴിച്ചു വിടാനും പാങ്ങില്ല. അവളെ കണ്ണുവച്ചിരിക്കുന്നതിൽ ഒരാളാണ് കൊച്ചു മുതലാളി. എന്നാൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന പിലിപ്പോയയും അക്കച്ചേടത്തിയും പട്ടാളക്കാരനായ മകനു വേണ്ടി മേരിയെ ആലോചിക്കുന്നു. സ്ത്രീധനം വേണം, 500 രൂപ. കൊച്ചു മുതലാളിയുടെ വീട്ടിൽ വെള്ളം എടുക്കാൻ ചെല്ലുന്ന മേരിയുമായി ജോയി അടുത്തു. മേരിയെ താൽപ്പര്യമുള്ള മറ്റൊരാൾ അയൽവാസിയായ യൂക്കാലി കറിയയാണ്. അയാളുടെ ഭാര്യ മരിച്ചുപോയതുമാണ്. ഭാര്യയുടെ വകയെല്ലാം അയാൾ അവൾക്ക് സമ്മാനിക്കുന്നുമുണ്ട്. എന്നാൽ രണ്ടാം കെട്ടുകാരന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തോമയ്ക്ക് ഇഷ്ടമില്ല. ഇതിനിടയിൽ തോമയുമായി ചുറ്റിക്കളി നടത്തുന്നവളാണ് വിധവയായ ചായക്കടക്കാരി കടുക്ക മറിയ. കറിയയുടെയും ജോയിയുടെയും സ്നേഹത്തിനിടയിൽ മേരി ചിന്താക്കുഴപ്പത്തിലായി. രണ്ടുപേരെയും വെറുപ്പിക്കാനും ആകുന്നില്ല. പട്ടാളക്കാരൻ മത്തായിക്കുട്ടി പെണ്ണ് കാണാനെത്തി. കറിയ കയറി ഇടപെട്ടു. അതോടെ അത് തെറ്റിപ്പിരിഞ്ഞു. എന്നാൽ പിലിപ്പോ അവളെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. കാശാണല്ലോ അയാൾക്ക് മുഖ്യം. അവളെ മനസ്സു ചോദിച്ചു. മുതലാളി പണം നൽകാമെന്നേറ്റിട്ടുണ്ട്. അതാണ് തോമയുടെ ധൈര്യം. എന്നാൽ മുതലാളി അവസാന ഘട്ടം കയ്യഴിയുകയാണ് ചെയ്തത്. അതോടെ കല്യാണം മുടങ്ങി. ജോയി അവളെ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. അതറിഞ്ഞ അമ്മ തിരുതി കുഴഞ്ഞു വീണ് മരിച്ചു. പിന്നീട് കറിയയുമായുള്ള വിവാഹം ഉറപ്പിച്ചെങ്കിലും മേരി വിഷം കഴിച്ചു മരിച്ചു. മനുഷ്യരെല്ലായിടത്തും ഒരുപോലെ തന്നെ എന്ന് തോമ പറയുന്നു.